ഓ കൃഷ്ണ, ചേട്ടാ എന്താ ഇത്? ഇങ്ങനെ ഉറക്കൊഴിച്ചാ നാളെ ജോലിക്ക് പോവേണ്ടതല്ലേ? മോളെ, എനിക്ക് ആകെ മടുത്തു. സത്യം പറഞ്ഞാൽ ജീവിക്കാനുള്ള ആഗ്രഹമേ പോയി. ചേട്ടാ എല്ലാം ശരിയാവും, പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. പിന്നെ നോക്ക്, മറ്റൊരു വാ വയറ്റിലുണ്ട്. നമുക്കൊന്ന് പോയി ഡോക്ടറെ കാണണ്ടേ? ഞാനത് മറന്നു. നമുക്ക് നാളെ പോവാം. അങ്കിളെ, മിനിമോൾ ഇന്നലെ ക്ലാസ്സിൽ ഇറങ്ങിയോടി. ഞങ്ങള് പിടിച്ചു വെച്ചതാ. ഇത് പല തവണയാ നടക്കുന്നു. അങ്കിളൊന്ന് ശ്രദ്ധിച്ചോണേ. ശരി. ഇന്നലെ രാത്രി ആ സമയത്ത് ഞാനത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ മിനിമോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയനെ. അവളെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? വർമാജിക്കിനെ ടെൻഷൻ അടിക്കല്ലേ? ആ ഒരു ഓപ്പറേഷൻ നടത്തിയ മിനിമോളുടെ പ്രശ്നം സോൾവ് ആകുമായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ പരാജയപ്പെട്ടാൽ കുട്ടി കോമ സ്റ്റേജിലാകില്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാ? അവൾ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്. എനിക്ക് ടെൻഷനായിട്ട് വയ്യ. ഒരല്പം കൂടി ക്ഷമിക്കൂ വർമാജി, എല്ലാം ശരിയാവും. രാവിലെ തുടങ്ങുന്ന പഞ്ചാരടിയാ വൈകുന്നേരം വരെ നീളും. ഓ, ഇവന്റെ ഒക്കെ തലയിൽ വരച്ച വര എന്റെ കാലിന്റെ അടിയിലെങ്കിലും ഒന്ന് വരച്ചാ മതിയായിരുന്നു. ആ രാജൻ സാറേ, അവന്റെ മകളുടെ വട്ട് കൂടിയെന്നാ പറഞ്ഞു കേട്ടത്. ആ, നമുക്കിത് വെച്ചൊരു കളി കളിച്ചാലോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പാലക്കാട് നിന്നുള്ള ലോഡ് വന്നോ? ഇപ്പൊ എത്തും സർ. ഓക്കെ. എനിക്കിതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഭ്രാന്തന്റെ മകൾ ഭ്രാന്തിയാകും, അത് സ്വാഭാവികമല്ലേ? ഇമ്മാതിരി ഒരു ഭ്രാന്തനെ കല്യാണം കഴിച്ച ആ പെണ്ണിനെ വേണം പറയാൻ. ഏതായാലും രണ്ടാമതൊരു കുട്ടി കൂടി ജനിക്കുന്നുണ്ടല്ലോ, അതിനും ഭ്രാന്ത് ഉറപ്പാ. തെമ്മാടിത്തരം പറയുന്നോടാ. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. നോക്ക്, ഞങ്ങൾ ഭ്രാന്തനൊന്നും ഉദ്ദേശിച്ചത് നിന്നെയല്ല. എന്താ ഭൂമിയിൽ നിങ്ങൾ മാത്രമേ ഭ്രാന്തനുള്ളൂ? എടാ, ഇതുകൊണ്ടൊന്നും നിനക്കെന്നെ തളയ്ക്കാനാവില്ല. ആടിനെ തളയ്ക്കാൻ എന്തിനാടോ? ആനയുടെ ചങ്ങല. അയ്യോ വേണ്ട, അയ്യോ വേണ്ട, മതി, നിർത്താൻ. വർമാജിയോട് മോശമായി പെരുമാറിയ ഈ രാജനെയും കൂട്ടുകാരനെയും ഞാൻ ഇപ്പൊ തന്നെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നു. എല്ലാവർക്കും ഇതൊരു പാഠമാകണം. അതെ, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംഘടനകളുണ്ട് ഇവിടെ. അതേടോ, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് സംഘടനകൾ, അതല്ലാതെ അവരുടെ തെമ്മാടിത്തരങ്ങൾ സംരക്ഷിക്കാനുള്ളതല്ല. ഇനി മേലിൽ ഇതുപോലെ വല്ലതും സംസാരിച്ചാലുണ്ടല്ലോ, വെട്ടി നുറുക്കും ഞാൻ. നടക്കാൻ പല വഴി, നശിക്കാൻ 100 വഴി, നേടാൻ ഒരു വഴി. അതാണ് ആദ്യത്തിന്മയുടെ വഴി. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്. എല്ലാവരും ചെവി തുറന്ന് കേട്ടോ. എന്തെങ്കിലും കാരണത്താൽ വർമാജി ഈ കമ്പനിക്ക് നഷ്ടപ്പെട്ടാൽ അന്നത്തോടെ കമ്പനി ഞാൻ പൂട്ടും. ഇവിടുന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അരി വാങ്ങേണ്ട അവസ്ഥ എനിക്കില്ല. മാഡം, വർമാജി ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്. അദ്ദേഹത്തെ മാഡം ഡയറക്ടർ ആക്കിയതിന്റെ അസൂയ കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതെ, ഡിക്ഷണറി ഭാഷയിൽ ഇതിനെ അസൂയ എന്ന് പറയും, സാഹിത്യ ഭാഷയിൽ ഇതിനെ കണ്ണുകടി എന്ന് പറയും, പച്ച മലയാളത്തിൽ ഇതിനെ ചൊറിച്ചൽ എന്ന് പറയും. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്.
ഇത് എളുപ്പമുള്ളൊരു ചാപ്റ്റർ അല്ലേ? ദേ അമ്മേ, അച്ഛൻ വന്നു. ആ, എന്താ എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ. നോക്കച്ച, ഡിസ്ട്രിക്ട് തലത്തെ ചെസ് കളിയിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നില്ലേ? ഉം, ഇനി കളി നടക്കുന്നത് സ്റ്റേറ്റ് ലെവലിലാണ്. മത്സരം പത്തനംതിട്ടയിൽ വെച്ചാ. അച്ഛൻ 2 ദിവസം ലീവ് എടുത്ത് എന്റെ കൂടെ വരണം. പ്ലീസ് ചേട്ടാ, ഇനി വർക്ക്സൈറ്റ് കമ്പനി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞേക്കല്ലേ. സ്റ്റേറ്റ് ലെവൽ കൂടി ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ നാഷണൽ ലെവലാണ് കളി. പിന്നെ ഇവൾ ആരാ? എന്താ ഇത്ര ആലോചിക്കാൻ? ഓക്കെ, ഉം. ഞാൻ ഇവിടെ കൊണ്ടുപോവാം. മോള് വേഗം റെഡി ആയിക്കോ. താങ്ക് യു. ചേട്ടാ, ഞാനും കൂടെ വരട്ടെ? വേണ്ട, ഈ പ്രഗ്നൻസി പീരീഡിൽ കഴിയുന്ന യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാനും മിനിമോളും കൂടെ പൊയ്ക്കോളാം. ഓക്കെ, മോളെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓ, അതെനിക്ക് അറിയാവുന്നതാണല്ലോ. ഓപ്പറേഷൻ ചെയ്യാനോ? ആദിത്യ വർമ്മ, അത് വളരെ റിസ്ക് ആണ്. ആ റിസ്ക് ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തു. ഈ ഓപ്പറേഷൻ 20 ലക്ഷത്തോളം രൂപ ചെലവാകുവേ. 20-ഓ 30-ഓ എത്രയാന്ന് വെച്ചാൽ ഞാൻ തരാം. എനിക്ക് മിനിമോളെ പഴയതുപോലെ തിരിച്ചു കിട്ടണം. ഇനി ഒരിക്കലും ആളുകളെ കൊണ്ട് ഭ്രാന്തന്റെ മകൾ ഭ്രാന്തിയായി എന്ന് പറയിപ്പിക്കരുത്. എങ്കിൽ നിങ്ങളും ഭാര്യ ഓപ്പറേഷന് സമ്മതമാണെന്നും എന്ത് സംഭവിച്ചാലും ഉത്തരവാദിത്തം ഏറ്റെടുത്തു കൊള്ളാമെന്നും എഴുതി ഒപ്പിട്ട് തരണം. ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഇല്ല, അവൾ അറിഞ്ഞാൽ ഇതിന് സമ്മതിക്കില്ല. ഞാൻ അവളുടെ ഒപ്പുകൂടി ഇട്ട് തരാം. എനിക്ക് എങ്ങനെയെങ്കിലും കാര്യം നടന്നേ പറ്റൂ. ഓപ്പറേഷൻ പരാജയപ്പെട്ടാൽ മിനിമോളുടെ ജീവിതകാലം മുഴുവൻ കോമൺ സ്റ്റേജിലാവും. അതുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട്. സാർ പ്ലീസ്, എല്ലാം ശരിയാവും. എത്രയും പെട്ടെന്ന് ഒന്ന് ഓപ്പറേഷൻ നടത്തണം. ശരി, എങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തന്നെ ഓപ്പറേഷൻ തുടങ്ങാം. ഓക്കെ സാർ. സാധാരണഗതിയിൽ രാവിലെ 6 മണിയാകുമ്പോഴേക്ക് റിസൾട്ട് അറിയാം. പരമാവധി 24 മണിക്കൂർ വേണം. അതായത് നാളെ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും കറക്റ്റ് റിസൾട്ട് അറിയാം. റെഡിയല്ലേ? ഓൾറെഡി. ഡോക്ടർ ഡേവിഡ്, മിനിമോൾ ഉടൻ തന്നെ ഓപ്പറേഷൻ റെഡിയാക്കൂ. ഓക്കെ സാർ. അയ്യോ വേണ്ട അച്ഛ, പ്ലീസ് അച്ഛ, പ്ലീസ് അച്ഛ. അച്ഛ, ഇനി ഞാൻ വിലാസിനെ ആവില്ല അച്ഛ. പ്ലീസ് അച്ഛ, പ്ലീസ് അച്ഛ, ഞാൻ അങ്ങനെ ആവില്ല അച്ഛ. അച്ഛ, ഞാൻ വിലാസിനെ ആവില്ല അച്ഛ. മോളെ, അച്ഛ, മോളെ വാ. അച്ഛ എന്നെ കൊണ്ടുപോലെന്ന് പറ അച്ഛ. നടക്ക് അച്ഛ, മോളെ. അച്ഛ, വാ മോളെ. അച്ഛ, ഞാൻ വിലാസിനെ ആവില്ല അച്ഛ. അച്ഛ, നടക്ക് മോളെ. അച്ഛ, എനിക്ക് വാ. ഓപ്പറേഷൻ വേണ്ട. മോളെ നടക്ക്. ഹലോ. ഹലോ ചേട്ടാ, ഇതെന്തു പറ്റി? ഇന്ന് തീരെ വിളിച്ചില്ലല്ലോ. നിങ്ങൾ പത്തനംതിട്ടയിൽ എത്തിയില്ലേ? ആ, എത്തി. മിനിമോൾക്കൊന്ന് ഫോൺ കൊടുക്കുവോ? അത് പിന്നെ മിനിമോള് ഉറങ്ങുക. ഇത്ര നേരത്തെയോ? എന്തു പറ്റി? അത് പിന്നെ ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല. അല്ല, മിനിമോള് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഏയ്, പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല.